ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, സോൾ ഷാഡോയുടെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നുണ്ടെങ്കിൽ ലോങ് വോൾഫ് 1v1 ഗെയിം പ്ലേ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മളുടെ എടുത്തത് ഓപ്പോണ്ടൻ്റ് ആയിരുന്നു എടുത്തിരുന്നത്, യൂംബി ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് അത് വെച്ച് കളിക്കാം. റൗണ്ട് എന്താണ് സ്റ്റാർട്ട് ആയിട്ട് ഗൈസ്. അവനിവിടെ വരുന്നുണ്ട്. നമുക്ക് ലാഗ് ചെയ്തെങ്കിലും കാര്യമില്ല. സാൻഡിനോ ഇട്ടിട്ടുണ്ട്. നല്ല ഹിറ്റ് ആയിരുന്നുണ്ട് ഗൈസ്. ഒരു 60 ഇപ്പം തന്നിട്ടുണ്ട് ഗൈസ്. 60-90 തന്നെന്ന് തോന്നുന്നു ഗൈസ്. HP കൊണ്ട് കുറഞ്ഞു. നമ്മളിപ്പുറത്തോട്ട് വന്ന് ഇപ്പം ഉണ്ടാവും. ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ ഡ്രാഗ് ചെയ്യായിരുന്നു ഗൈസ്. കാര്യമില്ല ഗൈസ്. ഒന്നും കയറി ബോഡിക്ക് വളരെ കയറിയുള്ളൂ ഗൈസ്. ഗൈസ് അവൻ അങ്ങനെ അടുത്ത് ഗൈസ് സ്കോപ്പ് ഇട്ടിട്ടും ചെറിയൊരു 16 കയറിയുള്ളൂ ഗൈസ്. ഗൈസ് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയാൽ അവനവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഉള്ളിലാണ് തോന്നുന്നു ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുന്നു ഗൈസ്. അവനവിടെ ഉണ്ട്. അത് ഗൈസ് മേളിൽ ഗൈസ് വീണ്ടും ഒരു 90 ഹിറ്റ് തന്നിട്ടുണ്ട് ഗൈസ്. ഹെഡ് ഷൂട്ട് അങ്ങനെ 70 കുറച്ച് ബോഡിയും കൊടുത്തു ഗൈസ്. ഒരു മെഡഡിയൻ വേണ്ട ഗൈസ്. മെഡഡിയൻ എന്നാൽ നമ്മൾക്ക് പണിയും. അത്രയുള്ള ഗൈസ്. പൊളി ഗൈസ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പൊളി ടീം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ പറഞ്ഞായിരുന്നു സെൻസി ഒന്ന് പറഞ്ഞു തരണമെന്ന്. അറിയാവുന്നവരൊന്ന് കമ്പിട്ടുണ്ട് ഗൈസ്. സെൻസി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മെഡി കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. വണ്ടാപ്പൊന്നും കയറിയില്ല, അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി. അവൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവനോടൊന്ന് പോയി ഗൈസ്. ലോങ് റേഞ്ചിൽ പറഞ്ഞു ലോങ്ങിലോട്ട് ഓടിയിട്ടുണ്ട് ഗൈസ്. അവനവിടെ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അതേ മേളിൽ കയറിയപ്പോൾ ഗൈസ് നമുക്ക് മെഡ് അടിക്കാൻ അവൻ അവിടെ വന്നതിൻ്റെ സ്കോപ്പിൽ നിന്ന് ഡ്രാഗ് ചെയ്യുന്നതായിരുന്നു ഗൈസ്. ഗൈസ് ഗൈസ് ഒരു 45 കൂടെ ഉണ്ടായിരുന്നു തീർന്നാണ് ഗൈസ്. അത്രയും നല്ല ഹെഡായിരുന്നു ഗൈസ്. 45, 56 കയറി ഗൈസ്. ഭാഗ്യമില്ല. ഒരു 45 കൂടി കയറിയെന്നെങ്കിൽ ഉറപ്പാവും തീർന്നാണ് ഗൈസ്. ഇപ്പോൾ 1v1 സിറ്റുവേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ തേർഡ് റൗണ്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഓപ്പോണ്ടൻ്റ് തന്നെയാണ് ഗൈസ് ഗൺ എടുക്കുന്നത് ഗൈസ്. ഗൈസ് ഫസ്റ്റ് റൗണ്ട് നമ്മൾ താമസിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എടുത്തതാണെന്ന് തോന്നുന്നു ഗൈസ്. അറിയത്തില്ല. നമ്മൾ സെക്കൻഡ് റൗണ്ട് നമുക്കല്ല കിട്ടിയത് ഗൈസ്. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് കയറി അടിക്കാൻ പറ്റുന്ന ഗൈസ്. ഗൈസ് നമ്മൾ യൂസിമിനി വെച്ച് നല്ല ഡ്രാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബോഡിക്ക് കയറുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെൻസി സ്കോപ്പ് ഇട്ടോ ഗൈസ്. ഗൈസ് അവനവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയി ഗൈസ്. നമുക്ക് സൗണ്ട് ചെറിയ ഫീലിംഗ് തോന്നി. അത് ഗൈസ് അവനവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട് നോക്കാം. പക്ഷേ ഗൈസ് അവൻ യൂസിമിനി നന്ന പിടിപിടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എയർഡോളിന് സെൻസ് ചെയ്യുന്ന അറിയത്തില്ലാത്തതുകൊണ്ട് വലിയ പ്ലേ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. നമ്മുടെ എയർഡോളിയും 1v1 ഗെയിം പ്ലേ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് സെറ്റാക്കുന്നതായിരിക്കും. ഗൈസ് നമ്മളങ്ങനെ അവനങ്ങ് തീർത്തിട്ടുണ്ട്. 46 ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫോർത്ത് റൗണ്ട് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം 2v1 സിറ്റുവേഷനാണ് ഗൈസ്. ഫോർത്ത് റൗണ്ടാണ് ഗൈസ്. ഇതെന്താണെന്ന് അറിയത്തില്ല. നമുക്ക് കയറിപ്പോയി പിടിച്ച ഗൈസ്. ഒത്തിരി പിടിയായിരിക്കും ഗൈസ്. നമുക്ക് സെൻസ് ഇല്ലാത്തതിൻ്റെ സിറ്റുവേഷൻ ഗൈസ്. ഗൈസ് 8-9 വെച്ച് 7 കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അവന് ഓടുകയാണ്. അവൻ്റെ മെഡ് ഗൈസ്. നമുക്ക് 7 യെസ് ഈ പ്രാവശ്യം മിസ്സായില്ല. അതും പാളി. ഇന്നീ തീർന്നു. 150 കുറച്ച് ഡാമേജ് അവനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഹിറ്റ് മതിയായിരിക്കും ഗൈസ്. ഗൈസ് ഒരു 12 ഒരു 7 കൊടുത്തപ്പോഴത്തേ അവൻ തീർന്നു ഗൈസ്. ഗൈസ് അങ്ങനെ ഇത് നമ്മുടെ ഫിഫ്ത്ത് റൗണ്ടാണ്. എന്താ നമുക്കറിയത്തില്ല. നമുക്ക് ഡിസേർട്ടാണ്. നമ്മുടെയാണ് ഡിസേർട്ട് ഇല്ല ഗൈസ്. നമുക്ക് സ്വീഡ് എടുക്കാം ഗൈസ്. നമ്മുടെ സെൻസ് ഇല്ലാത്തതുകൊണ്ട് മൊത്തം കുത്തിപ്പിടി പോലെ ആകുമായിരിക്കും. ട്രൈ ചെയ്യാം ഗൈസ്. നമുക്ക് കുത്തിപ്പിടിച്ച് ഡ്രാഗ് ഗൈസ്. അതേ നടക്കും തോന്നുന്നുള്ളൂ. കണ്ടാപ്പം എന്താണ് സെറ്റ് ആവില്ല ഗൈസ്. നമുക്ക് ഗൈസ് അവനെ കാണുന്നില്ല ഗൈസ്. കാണുന്നില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയാലോ ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകും ഗൈസ്. ഗൈസ് ഇപ്പം വെടി വെക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അവനവിടെ ഉണ്ട്. ഇതേ ഗൈസ് വരുന്നുണ്ട് ഗൈസ്. അയ്യോ നമ്മളവിടേക്ക് ഭാഗ്യം ഗൈസ്. ജസ്റ്റ് മിസ്. ഫ്ലാഷ് നമ്മുടെ നേരെയാണെന്ന് അറിഞ്ഞത് ഗൈസ്. ഇതാണ്ട് ഒടുക്കത്തൊരു സാൻഡീനോ ഗൈസ്. എന്താ ഇതുണ്ടോ ഗൈസ്. ഇതാ കുഴപ്പം. ഇതുണ്ടോ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വിച്ച് ചെയ്ത് പോവാണ്. എന്താ എൻ്റെ കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. ഇതാ കുഴപ്പം ഗൈസ്. അവൻ പറയും ഇതെവിടെ തീർന്നു ഗൈസ്. തീർന്നു. ഗൈസ് എന്തൊരു സിറ്റുവേഷൻ അല്ല ഗൈസ്. ആരെയും കാണുന്നില്ല ഗൈസ്.
നമുക്കൊന്ന് മെഡ് അടിക്കാം. നമ്മൾ ആ റിയൽസിനെ കാണുന്ന പോലെ മെഡ് അടിക്കാം ഗൈസ്. അവനെ നിന്നാലും ഓ ഓ ഓ അടിക്കല് നല്ല കുത്തിപ്പിടി ഗൈസ്. തീർന്നു. അത്രയോടെ സീൻ. സ്കോപ്പ് ഇട്ട് നമ്മൾ സ്കോപ്പ് ഇട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഇതിൽ നമുക്ക് എങ്ങനെയും കുത്തിപ്പിടിച്ചിടണം. വേറെ മൈൻഡൊന്നും ഇല്ല, കുത്തിപ്പിടിച്ചിടുക, ജയിക്കുക, അത്ര തന്നെ. പുളി ഗൈസ്, ഒറ്റ മൈൻഡ് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്താണെന്നറിയില്ല ഗൈസ്. ഓ ഗൈസ് കയറില്ല. ഓ ഗൈസ്, ഗ്ലൂ വാളും താഴെപ്പോയി ഗൈസ്. ഞാൻ ഒന്ന് വിചാരിച്ചു നമ്മുടെ സെക്കൻഡ് വീഡിയോയിലെ പോലെ മേളിൽ നിന്ന് അടിക്കുമ്പം കറക്റ്റ് ഹെഡ് കയറും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏറ്റില്ല. ഗൈസ് താഴെ ഫുൾ കുത്തിപ്പിടിയാണല്ലോ ഗൈസ്. സാൻഡീനെ വിട്ടിട്ടുണ്ട് അവനിങ്ങോട്ട്. അവൻ എന്താണ് ഇങ്ങോട്ട് വരും, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങോട്ട് വരുമെന്ന്. ഓ പൊളി ഗൈസ്, അവൻ കറക്റ്റ് കയറി വരും. നമ്മൾ അടിച്ച് ഒന്നിച്ചായിരുന്നു. അപ്പം ഇതേപോലെ അടിപൊളി കിടലും കഴിച്ചാൽ മറ്റൊരു വീഡിയോ വരുന്നത്. എല്ലാം വെച്ചിട്ടും ബൈ ബൈ ഗൈസ്. സീ യു സൂൺ.